റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയവർ കഴിച്ചത് സ്വന്തം കൂട്ടുകാരിയുടെ മാംസമാണെന്നറിഞ്ഞാൽ ക്രൂരരായ നരഭോജികളും ചോര മരവിക്കുന്ന കാഴ്ചകളുമായി റോങ് ടേൺ 2 ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ തോന്നാത്ത വിധം ഭീകരമായ ഈ സിനിമയുടെ കഥ മുഴുവനായി അറിയാൻ വീഡിയോ അവസാനം വരെ കാണൂ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രശസ്തയായ മോഡൽ കിംബർലിയെയാണ് നാം കാണുന്നത്. വെസ്റ്റ് വെർജീനിയയിലെ നിബിഡ വനങ്ങളിൽ നടക്കുന്ന ഒരു സർവൈവൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിനായി കാർ ഓടിച്ചു പോവുകയാണവൾ. യാത്രക്കിടയിൽ അവൾ തൻ്റെ മാനേജറുമായി ഫോണിൽ സംസാരിക്കുകയും അയാൾ അവൾക്ക് പോകേണ്ട ലൊക്കേഷനിലേക്കുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാർ 2 വഴികൾക്ക് മുന്നിലെത്തിയപ്പോൾ പഴയൊരു പേപ്പർ ഫാക്ടറിയിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാൻ മാനേജർ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശമനുസരിച്ച് അവൾ വണ്ടി തിരിച്ചതും അവളുടെ ഫോൺ കോൾ പെട്ടെന്ന് കട്ടാവുകയും നെറ്റ്വർക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. സിഗ്നൽ പോയ മൊബൈൽ ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ച് വണ്ടി ഓടിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരാൾ അവളുടെ കാറിന് മുന്നിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുന്നു. ഇടികൊണ്ട് അയാൾക്ക് ജീവാപായമൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ ഭയന്ന് വിറച്ച കിംബർലി കാറിൽ നിന്നിറങ്ങി അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അയാൾ മരിച്ചിട്ടില്ലെന്നും നേരിയ ശ്വാസം ബാക്കിയുണ്ടെന്നും മനസ്സിലാക്കിയ അവൾ ആശ്വാസത്തോടെ സഹായിക്കാനായി അരികിലേക്ക് കുനിഞ്ഞതും തീർത്തും അപ്രതീക്ഷിതമായി അയാൾ അവളെ കടന്നുപിടിക്കുന്നു. യാതൊരു ദയയുമില്ലാതെ അവളുടെ താഴത്തെ ചുണ്ട് അയാൾ മൃഗീയമായി കടിച്ചു പറിച്ചെടുക്കുകയും അവളുടെ കൺമുന്നിലിരുന്ന് അത് പച്ചയ്ക്ക് ചവച്ചു തിന്നുകയും ചെയ്തു. അസഹനീയമായ വേദനയാൽ പുളഞ്ഞ കിംബർലിക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാനായില്ല. ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവളുടെ മുന്നിലേക്ക് അതിലും ഭീകരനായ മറ്റൊരു നരഭോജിയായ മ്യൂട്ടന്റ് കടന്നുവന്ന് വഴി തടഞ്ഞു. 3 ഫിംഗർ എന്നറിയപ്പെടുന്ന ആ ക്രൂരനായ മ്യൂട്ടന്റ് അവളെ ബലമായി പിടിച്ചു നിർത്തുകയും തൻ്റെ കയ്യിലിരുന്ന മൂർച്ചയേറിയ വലിയൊരു കൊടുവാൾ കൊണ്ട് ഒറ്റ വെട്ടിന് അവളെ നുകകെ പിളർന്ന് 2 കഷണങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. തുടർന്ന് കിംബർലിയുടെ ശരീരഭാഗങ്ങളും വലിച്ചിഴച്ചുകൊണ്ട് ആ നരഭോജികൾ അവിടെ നിന്നും മറയുന്നതാണ് നാം കാണുന്നത്. അതിനുശേഷം സിനിമ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ കൊടുംകാട്ടിൽ നടക്കാനിരിക്കുന്ന അപ്പോക്കലിപ്സ് എന്ന സർവൈവൽ റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിലേക്കാണ്. മുൻ പട്ടാളക്കാരനായ റിട്ടയേർഡ് കേണൽ ഡെയിൽ മർഫിയാണ് ഈ ഷോയുടെ അവതാരകൻ. ആകെ 6 മത്സരാർത്ഥികളാണ് ഈ ഷോയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ വഴിമധ്യേ മ്യൂട്ടന്റുകളുടെ ഇരയായി തീർന്നതുകൊണ്ട് കിംബർലിക്ക് ലൊക്കേഷനിൽ എത്താൻ കഴിഞ്ഞില്ല. ഷോയുടെ സംവിധായകനായ മൈക്കിളാണ് പരിപാടിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഷൂട്ടിംഗ് തുടങ്ങാൻ എല്ലാവരും തയ്യാറായപ്പോഴാണ് കിംബർലിയെ കാണാനില്ലെന്ന വിവരം മൈക്കിളിന് അറിയുന്നത്. സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ അവളില്ലാതെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ അവൻ തീരുമാനിച്ചു. ഇതിനായി ഷോയുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായ മാരയോട് 6ാമത്തെ മത്സരാർത്ഥിയാകാൻ മൈക്കിൾ ആവശ്യപ്പെടുകയും അവളത് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് മത്സരാർത്ഥികളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നതിനായി കാട്ടിലുടനീളം ക്യാമറകൾ സ്ഥാപിക്കുകയും എല്ലാവരുടെ ശരീരത്തിൽ ചെറിയ ബോഡി ക്യാമറകൾ ഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ റിയാലിറ്റി ഷോയുടെ ഷൂട്ടിംഗ് ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ആദ്യത്തെ ടാസ്കായി ഡെയിൽ അവർക്കൊരു കഠിനമായ നിർദ്ദേശം നൽകുന്നു. ഈ കാട്ടിനുള്ളിൽ പോയി അവർക്കുള്ള ഭക്ഷണം സ്വയം കണ്ടെത്തുക എന്നതായിരുന്നു അത്. തുടർന്ന് 6 പേരെയും 2 പേരടങ്ങുന്ന 3 ടീമുകളായി വിഭജിച്ച ശേഷം ഓരോരുത്തർക്കുമുള്ള ചുമതലകൾ അയാൾ വിശദീകരിച്ചു കൊടുക്കുന്നു. ടാസ്ക് തുടങ്ങി മത്സരാർത്ഥികൾ കാട്ടിലേക്ക് തിരിക്കുന്നതോടെ കൺട്രോൾ റൂമായി സജ്ജീകരിച്ചിരിക്കുന്ന RV വാനിലെ മോണിറ്ററുകളിലൂടെ ദൃശ്യങ്ങളിലൂടെ നാം നീൽ എന്ന ക്രൂ മെമ്പറിനെ കാണുന്നു. അതേസമയം പ്രകൃതി വിളികൾക്കായി തനിച്ചു മാറിപ്പോയ നീലിനെ 3 ഫിംഗർ പിന്നിൽ വന്ന് അപ്രതീക്ഷിതമായി കടന്നുപിടിക്കുകയും ക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കാട്ടിനുള്ളിൽ മത്സരാർത്ഥികൾക്കായുള്ള ഗെയിം സെറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു ഡെയിൽ. ജോലികൾ തീർത്ത് തിരികെ തൻ്റെ വാഹനത്തിനടുത്തേക്ക് വന്നപ്പോൾ ആരോ അമ്പെയ്ത് കാറിൻ്റെ ടയറുകൾ മുഴുവൻ നശിപ്പിച്ചതായി കാണുന്നു. നിമിഷങ്ങൾക്കകം ഡെയിലിന് നേരെയും മൂർച്ചയേറിയ അമ്പുകൾ പാഞ്ഞെത്താൻ തുടങ്ങി. വളരെ സാഹസികമായി പിന്നിലേക്ക് മറിഞ്ഞ് അയാൾ ആ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും തൊട്ടുമുന്നിൽ നിന്നും 3 ഫിംഗർ തൻ്റെ ഭീമാകാരമായ കൊടുവാളെടുത്ത് അയാൾക്ക് നേരെ എറിയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ഡെയിൽ ഒട്ടും സമയം പാഴാക്കാതെ തൻ്റെ കൈവശമുണ്ടായിരുന്ന കത്തിയെടുത്ത് 3 ഫിംഗറിൻ്റെ നേർക്ക് സർവ്വശക്തിയും എടുത്തെറിയുന്നു. ആ കത്തി ചെന്ന് തറച്ചത് നേരെ അവൻ്റെ നെഞ്ചിലായിരുന്നു. എന്നാൽ ആഴത്തിൽ മുറിവേറ്റിട്ടും യാതൊരു വേദനയോ ഭാവവ്യത്യാസമോ പ്രകടിപ്പിക്കാത്ത 3 ഫിംഗർ നെഞ്ചിൽ തറച്ച കത്തി ഊരിയെടുത്ത് അതിൽ പറ്റിപ്പിടിച്ചിരുന്ന സ്വന്തം രക്തം ആസ്വദിച്ച് നുണയുകയായിരുന്നു. ഈ സമയം തികച്ചും അപ്രതീക്ഷിതമായി പിന്നിലൂടെ പാഞ്ഞു വന്ന മറ്റൊരു വാഹനം ഡെയിലിനെ അതിശക്തമായി ഇടിച്ചു തെറിപ്പിക്കുന്നു. വലിയൊരു ഇടിയേറ്റ് അയാൾ അവിടെ തന്നെ ബോധം കെട്ടു വീഴുന്നു. മറുവശത്ത് കാട്ടിനുള്ളിൽ മൈക്കിളും സംഘവും തങ്ങളുടെ ഷൂട്ടിംഗ് പുരോഗമിപ്പിക്കുകയായിരുന്നു. ഈ ഷോ വെറുമൊരു സർവൈവൽ ഗെയിമായി മാത്രം ഒതുക്കാതെ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ കുറച്ചുകൂടി പ്രകോപനപരവും വിവാദപരവുമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചാനലിന്റെ റേറ്റിംഗ് കൂട്ടി പ്രശസ്തനാകണം എന്നതായിരുന്നു മൈക്കിളിന്റെ ഉള്ളിലിരിപ്പ്. എന്നാൽ റേറ്റിംഗിനു വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറായ മൈക്കിളിന്റെ ഈ നിലപാടുകളോട് ചിലർക്കൊന്നും ഒത്തുപോകാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിൽ മൈക്കിൾ ആവശ്യപ്പെട്ട ഒരു കാര്യത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മത്സരാർത്ഥി മുന്നോട്ട് വന്നു. എൻ്റെ കുടുംബവും ഈ ഷോ കാണുന്നതാണ്, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് മൈക്കിളിന്റെ മുഖത്ത് നോക്കി തീർത്തു പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് നടന്നുപോയി. എന്നാൽ ഇത്തരം വിലക്കുകളൊന്നും ഇലീനയെ ബാധിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഷോയിലൂടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം.
അതിനായി അവൾ മൈക്കിളിനെ പ്രലോഭിപ്പിച്ചു വശീകരിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ നീനയ്ക്കും മാരയ്ക്കും പുതിയൊരു ടാസ്ക് ലഭിക്കുന്നു. നദീകരയിലെത്തി ഒരു പ്രത്യേക ദൗത്യം പൂർത്തിയാക്കുക എന്നതായിരുന്നു അവർക്കുള്ള നിർദ്ദേശം. വേഗത്തിൽ തന്നെ ഇരുവരും നദീകരയിലെത്തുകയും വളരെ എളുപ്പത്തിൽ മാര ആ ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ അവിടെ വെച്ച് തികച്ചും അപ്രതീക്ഷിതമായി മൈക്കിളിനെയും ഇലീനയെയും അരുതാത്ത സാഹചര്യത്തിൽ ഒന്നിച്ചു കാണുകയിടയായി. അതവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. കാരണം അവൾ ഈ ഷോയിൽ പങ്കെടുത്തത് തന്നെ മൈക്കിളിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. മൈക്കിളിന്റെ ഈ ചതിയിൽ മനം നൊന്ത കരഞ്ഞ മാരയെ ഒപ്പമുണ്ടായിരുന്ന നീനയാണ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. അതേസമയം മറുവശത്ത് ആംബറും ജോൺസിയും കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ബാർബിക്യൂ മാംസം കണ്ടെത്തുന്നു. തങ്ങൾക്കുള്ള ടാസ്ക് ഇതാണെന്ന് തെറ്റിദ്ധരിച്ച അവർ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ് അത് എടുത്തു കൊണ്ടുപോകുന്നു. മൈക്കിളിൽ നിന്നേറ്റ ആഘാതത്തിൽ ഷോയിൽ തുടർന്ന് പങ്കെടുക്കാൻ താല്പര്യമില്ലാതിരുന്ന മാര പുറത്തേക്ക് വിളിക്കാൻ എവിടെയെങ്കിലും ഒരു ഫോൺ കണ്ടെത്താനാകുമോ എന്ന അന്വേഷണത്തിലായിരുന്നു. അങ്ങനെ കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ അവരും നീനയും പഴയൊരു വീട്ടിന് മുന്നിലെത്തുന്നു. ഫോൺ തപ്പി ആ ദുരൂഹമായ വീട്ടിനുള്ളിലേക്ക് കയറിയ മാരയുടെ കണ്ണിൽപ്പെടുന്നത് ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ ഒരു കുടുംബ ചിത്രമാണ്. ആ ഫോട്ടോയിൽ ആകെ 4 പേരാണുണ്ടായിരുന്നത്. ഒരമ്മയും മകനും ധാളിയും പിന്നെ മറ്റൊരാളും. മനുഷ്യരൂപം വെടിഞ്ഞ ഭീകരരായ നരഭോജി മ്യൂട്ടന്റുകളായിരുന്നു അവരെല്ലാവരും. ഭയത്തോടെ അവൾ ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും ആരോ അലറിക്കൊണ്ട് ആ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നു. ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ നീനയും മാരയും ഒട്ടും സമയം കളയാതെ അവിടെ ഒരു മൂലയിൽ ഒളിച്ചിരുന്ന് പുറത്തെന്താണ് നടക്കുന്നതെന്ന് ഭീതിയോടെ നോക്കുന്നു. അകത്തേക്ക് കയറി വന്നത് ആ മ്യൂട്ടന്റ് കുടുംബത്തിലെ അമ്മയും മകളുമായിരുന്നു. പൂർണ്ണ ഗർഭിണിയായിരുന്ന ആ മ്യൂട്ടന്റ് അമ്മയ്ക്ക് പെട്ടെന്ന് പ്രസവവേദന അനുഭവപ്പെടുകയും ഒപ്പമുണ്ടായിരുന്ന മകൾ അവളെ അവിടെയുണ്ടായിരുന്ന ഒരു മേശപ്പുറത്ത് കിടത്തി പ്രസവിക്കാൻ സഹായിക്കുകയും ചെയ്തു. ജനിച്ചു വീണ കുഞ്ഞാകട്ടെ കാഴ്ചയിൽ അതിവികൃതവും ഭയപ്പെടുത്തുന്ന രൂപത്തിലുമായിരുന്നു. ഇതൊക്കെ കണ്ട് ഒളിച്ചിരിക്കുന്ന നീനയും മാരയും ഞെട്ടിത്തരിച്ചുപോയി. അപ്രതീക്ഷിതമായി ആ മ്യൂട്ടന്റ് പെൺകുട്ടിയുടെ കണ്ണുകൾ ഒളിച്ചിരിക്കുന്ന ഇവരുടെ മേലുടക്കുന്നു. അവരെ കണ്ടയുടനെ അവൾ പിടികൂടാനായി പാഞ്ഞെടുത്തു. ജീവൻ ഭയത്താൽ അവർ വേഗത്തിൽ അടുത്ത മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുകയും അവിടെയുണ്ടായിരുന്ന വലിയൊരു കിടക്ക തള്ളി നീക്കി വാതിലിന് തടസ്സമായി വെക്കുകയും ചെയ്തു. എന്നാൽ പുറത്തുനിന്നും ആ മ്യൂട്ടന്റ് അതിശക്തമായി വാതിൽ തകർത്തകത്തു കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മുറിയുടെ ജനലുകളെല്ലാം അടച്ചുറപ്പിച്ച നിലയിലായതിനാൽ പുറത്തു കടക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ അവർ പരിഭ്രാന്തരായി. എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നു വിറച്ച അവർ ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവിടെയുണ്ടായിരുന്ന ടോയ്ലറ്റിന്റെ കുഴിയിലൂടെ ചാടി പുറത്തു കടക്കാൻ തീരുമാനിച്ചു. ആ അറപ്പും വെറുപ്പും വകവയ്ക്കാതെ അതിലൂടെ ഇഴഞ്ഞു പുറത്തു ചാടിയ അവർ ജീവനും കൊണ്ട് കാട്ടിലേക്ക് ഓടിത്തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ആ മ്യൂട്ടന്റ് കുടുംബത്തിലെ ബ്രദർ എന്ന് വിളിക്കുന്ന മറ്റൊരു നരഭോജി അവരെ കണ്ടെത്തുകയും അവരുടെ നേർക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ കൊടുവാൾ സർവ്വശക്തിയും എടുത്ത് വലിച്ചെറിയുകയും ചെയ്തു. പാഞ്ഞു വന്ന ആ കൊടുവാൾ നേരെ ചെന്ന് തറച്ചത് ഓടിക്കൊണ്ടിരുന്ന മാരയുടെ തലയിലായിരുന്നു. തല പിളർന്ന് താഴെ വീണ മാരയെ അവിടെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കാനായി നീനയ്ക്ക് അവിടെ നിന്നും ഓടി അകലേണ്ടി വന്നു. മാരയുടെ തലയിൽ തറച്ച ആ കൊടുവാൾ അലിച്ചൂരിയ ശേഷം ആ മ്യൂട്ടന്റ് നീനയുടെ പിന്നാലെ പാഞ്ഞു. എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തോടെ നീന കാട്ടിലെ വലിയൊരു മരത്തിന് പിന്നാലായി ഒളിച്ചിരുന്നു. ഇതിനിടയിൽ ആ മ്യൂട്ടന്റ് അമ്മ അവരുടെ പാ എന്ന് വിളിക്കുന്ന കുടുംബനാഥനുമായി ഒരു ട്രക്കിൽ അവിടെ എത്തി. ആ ട്രക്കിന്റെ മുകളിലായി മാരയുടെ ജീവനില്ലാത്ത ശരീരം അവർ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു ദയയുമില്ലാതെ മാരയുടെ ഒരു വിരൽ കടിച്ചു പറിച്ചെടുത്ത ആ മ്യൂട്ടന്റ് അമ്മ അത് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ആ വിരൽ വന്നു വീണത് ഒളിച്ചിരിക്കുന്ന നീനയുടെ തൊട്ടടുത്തായിരുന്നു. ഭയം കൊണ്ട് നിലവിളിച്ചു പോകുമെന്നായപ്പോൾ നീന സ്വന്തം ഇറുക്കെ പുത്തിപ്പിടിച്ച് ശ്വാസം അടക്കി പിടിച്ചിരുന്നു. ആ നരഭോജികൾ അവിടെ നിന്നും പോയെന്നുറപ്പായപ്പോൾ നീന പതുക്കെ രക്ഷപ്പെട്ടു. മറുവശത്ത് ലൊക്കേഷനിൽ നിന്നും ഷോയുടെ സംവിധായകനായ മൈക്കിൾ തന്റെ RV വാനിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ അവിടെ ഇലീന തനിച്ചാവുകയും ചെയ്യുന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലീനയെ കാട്ടിന്റെ മറവിൽ പതുങ്ങി നിന്നുകൊണ്ട് ആ മ്യൂട്ടന്റ് ബ്രദർ ഏറെ നേരം തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് അവിടേക്ക് വന്ന മ്യൂട്ടന്റ് പെൺകുട്ടി തന്റെ സഹോദരൻ മറ്റൊരു പെണ്ണിനെ നോക്കുന്നത് കണ്ട് കടുത്ത അസൂയയോടെ അവനെ ദേഷ്യപ്പെട്ട് അടിക്കാൻ തുടങ്ങുന്നതാണ് നാം പിന്നീട് കാണുന്നത്. ഇലീന അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ആ മ്യൂട്ടന്റ് പെൺകുട്ടി അവളെ വിട്ടില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത അവൾ ഇലീനയെ പലതവണ കുത്തി പരിക്കേൽപ്പിച്ചു. മാരകമായി മുറിവേറ്റ ഇലീന അധികം വൈകാതെ അവിടെ തന്നെ മരിച്ചു വീണു. കുറച്ചു സമയത്തിന് ശേഷം കേണൽ ഡെയിലിന് ബോധം കെട്ടപ്പോൾ താൻ തലകീഴായി കെട്ടിത്തൂക്കപ്പെട്ട നിലയിലാണെന്ന് അയാൾ കണ്ടു. അവന്റെ മുന്നിൽ 3 ഫിംഗർ നിൽപ്പുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട നീലിന്റെ ശരീരഭാഗങ്ങൾ ഭക്ഷണത്തിനായി മുറിച്ചെടുക്കുകയായിരുന്നു അവൻ. ആ സമയത്താണ് ട്രക്കുമായി പായും അമ്മയും അങ്ങോട്ട് വന്നത്. അവർ മാരിയുടെ മൃതദേഹം അവിടെ ഉപേക്ഷിച്ച ശേഷം തിരികെ പോയി. 3 ഫിംഗർ ഡെയിലിനെ കൊല്ലാൻ അടുത്തേക്ക് വന്നതും ഡെയിൽ ബുദ്ധിപൂർവ്വം അവനെ പരിക്കേൽപ്പിക്കുകയും തന്റെ കെട്ടുകൾ അറുത്ത് സ്വയം മോചിതനാവുകയും ചെയ്തു. ഒരു പട്ടാളക്കാരനായ ഡെയിൽ തന്റെ സർവ്വശക്തിയും എടുത്ത് 3 ഫിംഗറിനോട് പൊരുതി. ഒടുവിൽ അവന്റെ തന്നെ തോക്കുപയോഗിച്ച് ഡെയിൽ 3 ഫിംഗറിനെ വെടിവെച്ചു കൊന്നു. മറ്റൊരു വശത്ത് മൈക്കിൾ തന്റെ വാനിൽ കയറി ക്യാമറ ദൃശ്യങ്ങൾ നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് വണ്ടി തനിയെ ഓടാൻ തുടങ്ങിയപ്പോൾ അത് നീലാണെന്നാണ് മൈക്കിൾ കരുതിയത്. പക്ഷേ വാഹനം നിയന്ത്രിച്ചിരുന്നത് പായും അമ്മയുമായിരുന്നു. അവർ മൈക്കിളിനെ കടന്നുപിടിക്കുകയും അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തു. മറ്റൊരു ഭാഗത്ത് തങ്ങൾ കാട്ടിൽ നിന്നും കണ്ടെത്തിയ ആ മാംസം ബാർബിക്യൂ ഒരു വിരുന്നെന്ന വണ്ണം ജോൺസിയും സംഘവും ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. ഈ സമയമാണ് സർവത്ര ഭയന്നു വിറച്ചുകൊണ്ട് നീന അവിടേക്ക് ഓടിയെത്തുന്നത്. താൻ കണ്ട ഭീകരമായ കാഴ്ചകളും മാരയുടെ മരണവും അവൾ അവരോട് വിവരിച്ചു.
ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നും അവൾ കരഞ്ഞു പറഞ്ഞെങ്കിലും ജോൺസി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതെല്ലാം റിയാലിറ്റി ഷോയുടെ ഭാഗമായുള്ള വെറും അഭിനയമാണെന്നും നീന തങ്ങളെ പറ്റിക്കുകയാണെന്നുമാണ് അവൻ കരുതിയത്. ഇതിനിടയിൽ അവർ കഴിച്ചുകൊണ്ടിരുന്ന ആ മാംസകഷ്ണത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞു. ആ ഇറച്ചിയിൽ കിംബർലി എന്നു പച്ചകുത്തിയത് ടാറ്റു കണ്ടവർ ഞെട്ടിപ്പോയി. തങ്ങൾ ഇത്രയും നേരം കഴിച്ചുകൊണ്ടിരുന്നത് കിംബർലിയുടെ കാലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ അവർ പേടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. RV വാൻ ഇരുന്ന സ്ഥലത്ത് തിരിച്ചെത്തിയെങ്കിലും വണ്ടി അവിടെ കാണാനില്ലായിരുന്നു. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് അവർ പേപ്പർ മില്ലിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതേസമയം കാട്ടിലെ ആ പഴയ വീട് കണ്ടെത്തിയ കേണൽ ഡെയിൽ അവിടെ വെച്ച് മെയ്നാഡ് എന്നൊരാളെ കണ്ടുമുട്ടി. സിനിമയുടെ 1-ാം ഭാഗത്തിലെ ഗ്യാസ് സ്റ്റേഷൻ ഉടമയായിരുന്നു ഇയാൾ. ഡെയിൽ തന്റെ ശരീരത്തിലെ മുറിവുകൾ സ്വയം തുന്നിക്കെട്ടുന്നതിനിടയിൽ മെയ്നാഡ് ആ നരഭോജി മ്യൂട്ടന്റുകളെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തി. പേപ്പർ മില്ലിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും സ്വന്തം ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹങ്ങളുമാണ് ഇത്തരത്തിലുള്ള വികൃത രൂപങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് അയാൾ വിശദീകരിച്ചു. താൻ ത്രീ ഫിംഗറിനെ കൊന്ന കാര്യം ഡെയിൽ പറഞ്ഞപ്പോൾ മെയ്നാഡ് നിയന്ത്രണം വിട്ട് അവനെ ആക്രമിക്കാൻ വന്നു. ത്രീ ഫിംഗർ അവന്റെ മകനാണെന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ ഡെയിൽ അവിടെയിരുന്ന ഒരു ഡൈനമൈറ്റ് എടുത്ത് അയാൾക്ക് നേരെ എറിഞ്ഞു. ആ വലിയ സ്ഫോടനത്തിൽ മെയ്നാഡ് കൊല്ലപ്പെട്ടു. ഇതിനുശേഷം ആ നരഭോജി കുടുംബത്തെ മുഴുവനായി നേരിടാൻ ആവശ്യമായ ആയുധങ്ങളുമായി ഡെയിൽ തയ്യാറായെടുത്തു. ബാക്കിയുള്ള 4 പേരും ചേർന്ന് പേപ്പർ മിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ കാട്ടിൽ നിന്നും ഭീകരമായ ചില ശബ്ദങ്ങൾ കേട്ടു. അതാ മ്യൂട്ടൻ സഹോദരനും സഹോദരിയുമായിരുന്നു. ഇവരെ കണ്ടതും ആ നരഭോജികൾ പിന്നാലെ പാഞ്ഞു. ഈ ആപത്ഘട്ടത്തിലും നീന തന്റെ സ്വാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. മറ്റുള്ളവരെ അവിടെ അപകടത്തിലാക്കി അവൾ ഒറ്റയ്ക്കോടി രക്ഷപ്പെട്ടു. എന്നാൽ ബാക്കി 3 പേരും ചേർന്ന് മ്യൂട്ടന്റുകളോട് ധീരമായി പൊരുതി അവരെ പരിക്കേൽപ്പിച്ച ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ഒറ്റയ്ക്കോടിയ നീന കാട്ടിലെ ഒരു വലിയ കുഴിയിൽ ചെന്ന് വീണു. പുറത്തു കടക്കാൻ അവൾ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. പലപ്പോഴും മറ്റുള്ളവരെ ചതിച്ച് സ്വന്തം ജീവൻ മാത്രം നോക്കി ഓടിപ്പോയിട്ടുള്ള സ്വഭാവമായിരുന്നു നീനയുടേത്. എങ്കിലും ജാക്ക് അവളെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ജോൺസിയോടും സംഘത്തോടും പേപ്പർ മില്ലിലേക്ക് പൊക്കോളാമെന്ന് പറഞ്ഞു. താൻ നീനയെ തിരഞ്ഞു പോകാമെന്ന് പറഞ്ഞു. ഒടുവിൽ നീനയുടെ നിലവിളി കേട്ട് ജാക്ക് അവിടെ എത്തി. സാഹസികമായി അവളെ കുഴിയിൽ നിന്നും പുറത്തെടുത്തു. എന്നാൽ നീനയെ വലിച്ച് മുകളിലേക്ക് കയറ്റുന്നതിനിടയിൽ ജാക്കിന്റെ തോളിനെ സാരമായ പരിക്കേൽക്കുകയും തോളിൽ സ്ഥാനം തെറ്റുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ ഒരു കെണി ഒരുങ്ങുന്ന ശബ്ദം കേട്ടതോടെ അവർ വീണ്ടും ഓട്ടം തുടർന്നു. ഒടുവിൽ അവർ എത്തിച്ചേർന്നത് ഒരു നദിക്കരയിലുള്ള കൊക്കയുടെ അരികിലായിരുന്നു. അപ്പോഴേക്കും പിന്നാലെ എത്തിയ മ്യൂട്ടൻ സഹോദരി അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങുന്നതാണ് നാം കാണുന്നത്. രക്ഷപ്പെടാൻ വേറെ വഴികളില്ലാതിരുന്നതിനാൽ നീനയും ജാക്കും ആ നദിയിലേക്ക് എടുത്തു ചാടി. മറ്റൊരു ഭാഗത്ത് ജീവൻ രക്ഷിക്കാനായി ഓടുന്നതിനിടയിൽ ജോൺസി അപ്രതീക്ഷിതമായി ഒരു കെണിയിൽ കുടുങ്ങിപ്പോയി. അവനെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആംബറും അതേ കെണിയിൽ തന്നെ പെട്ടു. ആ സമയം അവിടെ എത്തിയ മ്യൂട്ടൻ സഹോദരൻ തന്റെ വില്ലിൽ നിന്നും തൊട്ട ഒറ്റ അമ്പുകൊണ്ട് ഇരുവരെയും ക്രൂരമായി കൊലപ്പെടുത്തി. അതേസമയം നദിയിലൂടെ നീന്തി ഏറെ കഷ്ടപ്പെട്ട് നീനയും ജാക്കും ആ പഴയ പേപ്പർ മില്ലിൽ ചെന്നെത്തി. അവിടെയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ അസ്ഥികൂടം കണ്ട് നീന ഭയന്നു വിറച്ചു. മ്യൂട്ടന്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഒളിച്ചിരുന്ന ആ കുട്ടി ഒടുവിൽ പുറത്തിറങ്ങാൻ കഴിയാതെ അവിടെ കിടന്നു തന്നെ മരിച്ചതായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. ഭയന്ന് അവിടെ നിന്നും ഓടിപ്പോകാൻ നീന ശ്രമിച്ചെങ്കിലും ജോൺസിയും ആംബറും ഇങ്ങോട്ട് വരുമെന്നും അവർക്കായി കാത്തു നിൽക്കണമെന്നും പറഞ്ഞ് ജാക്ക് അവളെ തടഞ്ഞു. ആ മില്ലിന് ചുറ്റുമുള്ള നോക്കിയപ്പോൾ അവർക്ക് ഇരകളായ അനേകം മനുഷ്യരുടെ വാഹനങ്ങൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാൻ കഴിഞ്ഞു. അവരുടെ RV വാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. വാനിനുള്ളിൽ നിന്നും മൈക്കിളിന്റെ ദയനീയമായ നിലവിളി കേട്ട് ഇരുവരും അങ്ങോട്ട് ഓടിച്ചെന്നവനെ രക്ഷിക്കാനായി. ജാക്ക് വാനിനുള്ളിൽ കയറിയപ്പോൾ മൈക്കിൾ ചോരയിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അവൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലും നിമിഷങ്ങൾക്കകം മ്യൂട്ടന്റ് അമ്മ അവിടെ എത്തി അവനെ ക്രൂരമായി കൊലപ്പെടുത്തി. ഇതൊരു കെണിയാണെന്ന് ജാക്കിന് മനസ്സിലായപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ആ നരഭോജി കുടുംബം അവരെ 2 പേരെയും പിടികൂടി. നീനയ്ക്ക് ബോധം വരുമ്പോൾ താൻ ഡൈനമൈറ്റുകൾ നിരത്തിയ ഒരു മേശയിൽ കെട്ടിയിടപ്പെട്ട നിലയിലാണ് താനുള്ളതെന്ന് തിരിച്ചറിഞ്ഞു. തന്റെ കൺമുന്നിൽ ജാക്കിനെ അവർ തലകീഴായി തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. അതേസമയം ആ നരഭോജി കുടുംബത്തിന്റെ ഭക്ഷണ സമയമാവുകയായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി അവർ പ്രാർത്ഥിക്കുന്നത് കാണാം. മ്യൂട്ടൻ സഹോദരൻ നീനയെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലൂടെ ഈ ഫാക്ടറിയാണ് അവരുടെ ഒറിജിനൽ വീടെന്ന് നമുക്ക് മനസ്സിലാകും. ഈ സമയം അവിടെയുള്ള ശരീരഭാഗങ്ങൾ വലിയൊരു ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഡെയിലിന്റെ പക്കൽ നിന്നും അബദ്ധത്തിൽ ഒരു ശബ്ദമുണ്ടാവുകയും അതോടെ അവർ അവനെ തിരയാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഡെയിൽ തന്ത്രപൂർവ്വം മ്യൂട്ടൻ സഹോദരനെയും സഹോദരിയെയും തന്റെ കെണിയിൽ വീഴ്ത്തി. തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഡൈനമൈറ്റുകൾ പൊട്ടിച്ച് അവൻ അവരെ കൊലപ്പെടുത്തി. ആ ബഹളത്തിനിടയിൽ നീന സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ഡെയിൽ അവിടെയെത്തി നീനയെയും ജാക്കിനെയും മോചിപ്പിക്കുന്നതും നാം കാണുന്നു. എന്നാൽ അപ്പോഴേക്കും തങ്ങളുടെ മക്കൾ കൊല്ലപ്പെട്ടത് കണ്ട് കടുത്ത ദേഷ്യത്തോടെ പായും അമ്മയും അവിടേക്കെത്തി. പാ ഡെയിലിന് നേരെ അമ്പുകൾ തൊടുത്തു വീഴ്ത്തിയെങ്കിലും അതെല്ലാം അതിജീവിച്ച് ഡെയിൽ പൊരുതി. എന്നാൽ ഒടുവിൽ അമ്മ എറിഞ്ഞ മൂർച്ചയുള്ള ഒരു ആയുധം ഡെയിലിന്റെ കഴുത്തിൽ ആഴത്തിൽ തറയ്ക്കുകയും ആഴത്തിൽ മുറിവേറ്റ അയാൾ അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്തു. ഡെയിലിന്റെ മരണത്തോടെ നീന ആ മില്ലിൽ നിന്നും കഷ്ടപ്പെട്ട് പുറത്തിറങ്ങിയെങ്കിലും ജാക്കിന് വഴിതെറ്റിപ്പോയി. അവൻ ഗ്രൈൻഡർ ഇരിക്കുന്ന മുറിയിലേക്കാണ് ചെന്നെത്തിയത്. അവിടെ വെച്ച് അമ്മയും പായും ചേർന്ന് ജാക്കിനെ ആ വലിയ യന്ത്രത്തിനുള്ളിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അപകടകരമാകുന്നു. ജാക്കിന്റെ ദയനീയമായ നിലവിളി കേട്ട് നീന അവനെ രക്ഷിക്കാനായി തിരികെ ഫാക്ടറിക്കുള്ളിലേക്ക് ഓടിയെത്തുന്നു. അവൾ ആ നരഭോജി കുടുംബനാഥനായ പായിന്റെ മേലേക്ക് ചാടി വീഴുകയും അവനെ ആക്രമിച്ച് ജാക്കിനെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ജാക്ക് പായിനെ ആ വലിയ ഗ്രൈൻഡറിലേക്ക് തള്ളാൻ നോക്കിയെങ്കിലും പായിന്റെ ഒരു കൈ യന്ത്രത്തിൽ കുടുങ്ങി അട്ടുപോയി. ഉടൻ തന്നെ മ്യൂട്ടന്റ് അമ്മ ഇടപെടുകയും അയാളെ ഗ്രൈൻഡറിൽ നിന്നും വലിച്ചു പുറത്തെടുക്കുകയും ചെയ്തു.
എന്നാൽ ഈ സമയം നോക്കി നീന അവിടെയുണ്ടായിരുന്ന ഒരു ലിവർ വലിച്ച് വലിയൊരു യന്ത്രഭാഗം അവർക്ക് നേരെ നീങ്ങാൻ സജ്ജമാക്കി. അതിശക്തമായി വന്ന ആ മരക്കട്ട ഇടിച്ച് പായും അമ്മയും നേരെ ചെന്ന് വീണത് കറങ്ങിക്കൊണ്ടിരുന്ന ഗ്രൈൻഡറിനുള്ളിലായിരുന്നു. നിമിഷങ്ങൾക്കകം ഇരുവരും ആ യന്ത്രത്തിൽപ്പെട്ട് അതിഭീകരമായി കൊല്ലപ്പെട്ടു. ഒടുവിൽ ആ നരകത്തിൽ നിന്നും നീനയും ജാക്കും ഒരു വണ്ടിയിൽ കയറി സുരക്ഷിതമായി രക്ഷപ്പെട്ടു. എന്നാൽ സിനിമ അവിടെ അവസാനിക്കുന്നില്ല. അവസാന ദൃശ്യത്തിൽ ത്രീ ഫിംഗർ മരിച്ചിട്ടില്ലെന്നും അയാൾ ഇപ്പോഴും ജീവനോടെയുണ്ടെന്നും കാണിക്കുന്നുണ്ട്. ഇനിയൊരു പുതിയ ഭീകരത വരാനിരിക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ടാണ് ചിത്രം പൂർത്തിയാകുന്നത്. റോങ് ടേൺ 2 എന്ന ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ സീരീസിന്റെ 3ാം ഭാഗം കൂടി കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് നന്ദി.